അപ്പോൾ യുദ്ധം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ 13ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആകെ ലോകരാഷ്ട്രങ്ങൾ വലയുകയാണ്. വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തെ വലിയ രീതിയിൽ ഈ യുദ്ധം ബാധിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ചതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് കണ്ടതാണ്. ഒട്ടേറെ അനുബന്ധ മേഖലകളെ കൂടി ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധി രൂപപ്പെടുകയാണ് ഈ 13ാം ദിവസം യുദ്ധമെത്തുമ്പോൾ. ആപ്പധിഷ്ഠിത ക്ലൗഡ് കിച്ചണുകളും വിവാഹ വിരുന്ന്, ഇഫ്താർ പാർട്ടി കരാറുകളെടുത്ത കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ്. പല പ്രമുഖ ഹോട്ടലുകളും ഗ്യാസ് ലഭ്യമാകാത്തതിനെ തുടർന്ന് അടച്ചിടേണ്ട അവസ്ഥയിലാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ അതേസമയം ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ആശ്വാസമാകുന്നതാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കപ്പലുകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത വരുത്തിയില്ല. എങ്കിൽ പോലും അത്തരം വാർത്തകൾ വലിയ ആശ്വാസം നൽകുന്നതാണ്. ചർച്ചകൾ നടക്കുന്നു എന്നത്. അപ്പോൾ എന്താണ് രാജ്യത്തെ സാഹചര്യം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവശ്യ സേവന നിയമം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഗാർഹിക LPG, പൈപ്പിലൂടെയുള്ള PNG, വാഹനങ്ങൾക്കുള്ള CNG എന്നിവയുടെ ഉൽപ്പാദനം കൂട്ടാൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് മേഖലകളിൽ നിയന്ത്രണം കർശനമാക്കിയിരുന്നു. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിനും 25 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചിരുന്നു. ഗാർഹികേതര ആവശ്യങ്ങളിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണന നൽകിയിരുന്നു. തേയില, മറ്റ് വ്യവസായങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപഭോഗം കണക്കാക്കി അതിന്റെ 80%, വളം ഉൽപ്പാദകർക്ക് 70% ലഭ്യതയനുസരിച്ച് നൽകുക എന്നതായിരുന്നു നിർദ്ദേശം. ഹോട്ടലുകൾക്കും വ്യവസായങ്ങൾക്കുമുള്ള വിതരണം പരിശോധിക്കാൻ 3-അംഗ സമിതിയെ കേന്ദ്രം നിയോഗിച്ചിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്നതാണ് മനസ്സിലാകുന്നത്. പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ് രാജ്യത്ത്. സംസ്ഥാനത്തും അതിന്റെ വലിയ കെടുതികൾ തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ പൂട്ടേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങളാണ്. ഒറ്റ ഇന ഭക്ഷണങ്ങളിലേക്കൊക്കെ ഹോട്ടലുകൾ മാറിയിരിക്കുകയാണ്. അതായത് നമുക്ക് അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അവരുടെ പരിമിതമായ LPG വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ മാത്രം ലഭ്യമാക്കുന്നതിലേക്ക് പോകുന്നു. അങ്ങനെ പോയാൽ പോലും 2-3 ദിവസം കൂടി മാത്രമേ ഈ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന ആശങ്കയാണ് ഈ ഹോട്ടൽ ഉടമകളൊക്കെ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല അവർ അവരുടെ പ്രവർത്തനം വളരെ ചുരുക്കിയിരിക്കുന്നു. നമുക്ക് സ്വിഗ്ഗി വഴിയും മറ്റുമൊക്കെ ഓർഡർ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ആപ്പുകൾ വഴി ഫുഡ് വാങ്ങാൻ പറ്റുന്ന സംവിധാനമൊക്കെ പലയിടങ്ങളിലും നിർത്തലാക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇവിടങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. 2 ദിവസത്തെ പ്രവർത്തനത്തിനുള്ള LPG മാത്രമേ ലഭ്യത ഉള്ളൂ എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പലതും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് ഹോട്ടലുകളെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയെന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വിപണിയിൽ നിന്ന് കൂടുതൽ വില കൊടുത്താണ് ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുന്നതെന്ന് പലരും പറയുന്നു. അതുപോലും ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നതാണ് പറയുന്നത്. വിറകടുപ്പിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത് എന്നത് ചില ഹോട്ടൽ ഉടമകൾ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ സംസ്ഥാനത്തെ വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രതികരണങ്ങൾ തേടുകയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തു. ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഗ്യാസ് കുറവ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറേണ്ട ഗതി വന്നു. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ 5 കുറ്റി കിട്ടുന്നിടത്ത് 1 കുറ്റി ഒരു തരുന്നുള്ളൂ. അതില്ല, എല്ലാവർക്കും കൊടുക്കണം. അവരെന്നെ ഇപ്പോൾ ഗ്യാസിന് വില കൂടി 2100 രൂപയ്ക്കാണ് വലിയ കുറ്റി കിട്ടുന്നത്. പ്രൈവറ്റ് ഗ്യാസ് മറ്റേ ഇന്ത്യൻ്റെ വലിയ കുറ്റിയില്ല. അത് അതേമാതിരി മറ്റേ ഭാരതി ഗ്യാസ് HBന്ന് വലിയ കുറ്റി, കൊമേഴ്ഷ്യൽ കുറ്റി. ഇപ്പോൾ 2000 സാധാരണ എത്ര കുറ്റി വേണം ഒരു ദിവസം 2 കുറ്റി എടുത്ത് വേണ്ടിയത് ഒരു ദിവസം. പിന്നെ ഇപ്പോൾ വിറകിലേക്ക് മാറിപ്പോൾ ഇനിയിപ്പോൾ കിട്ടായിട്ട് ഞാൻ പൊറോട്ടയൊക്കെ കഴിഞ്ഞ് വിറകടുപ്പിലേക്ക് ആക്കാൻ നോക്കണ്ടത്. 2-3 സിലിണ്ടർ വേണം. കിട്ടാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. കിട്ടാൻ സാധ്യത കുറവാണ്. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല ഇങ്ങനെയാണ്. കുറവാണ്. ഗ്യാസ് അടച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ എല്ലാവർക്കും. പിന്നെ എല്ലാ പ്രസ്ഥാനം നടത്തുന്നവർക്കും തട്ടുകട നടത്തുന്നവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വീട്ടിൽ സാധാരണക്കാർക്ക് വിറവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും
പുറകിലോട്ട് തന്നെ പോകേണ്ടി വരും. ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ക്ഷാമം ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും 10-65 സ്റ്റാഫ് ഞങ്ങൾക്കുണ്ട്. ആ സ്റ്റാഫിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വർക്ക് കൊണ്ടും മാത്രമായിരുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം വന്നതോടുകൂടി നമുക്ക് റെസ്റ്റോറൻറ്റ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്ക് തന്നെ പാർട്ടി ഓർഡറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ ഈ റെസ്റ്റോറൻറ്റിലൂടെ നടക്കുന്നതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് മൊത്തത്തിൽ അടച്ചിടേണ്ടവരാണ്. പലരോടും കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് വർക്കുകൾ തന്നെ നമുക്കിപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാനുള്ള ഗ്യാസ് മാത്രമേ ഉള്ളൂ ഇനി നമുക്കുള്ളൂ. ഗ്യാസ് കിട്ടാത്ത വളരെ ഉണ്ട്. ഞങ്ങൾ ഗ്യാസിന് വേണ്ടി മാക്സിമം എല്ലായിടത്തും നോക്കി. അപ്പം ഒരു കുറച്ച് പേര് ഗ്യാസ് അവിടെ ഗോഡൗണിൽ പോയപ്പോൾ ഗ്യാസ് ഉണ്ട്, പക്ഷെ അവർ ഗ്യാസ് തരുന്നില്ല. അവർ പറഞ്ഞ അവർ ഹോസ്പിറ്റലിലെ കൊടുക്കുള്ളൂ, അവർ വേണ്ടപ്പെട്ടവരൊക്കെ കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവർ അങ്ങനെയും പറയുന്നുണ്ട്. ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് പോയത് 3 ദിവസമായിട്ട് ഞങ്ങൾ ഗ്യാസ് കിട്ടുന്നില്ല. പിന്നെ ഉള്ള ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് ചരിച്ച് മറിച്ചൊക്കെ ഇട്ടാണ് ഞങ്ങൾ മാക്സിമം. എത്ര സിലിണ്ടർ സാധാരണ ഉപയോഗിക്കാറുണ്ട്? ബിരിയാണിയാണ് ഇവിടുത്തെ മെയിൻ വിഭവം. ചെന്നൈ റോയൽ ബിരിയാണി എന്നാണ് കടയുടെ പേര്. ബിരിയാണിയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. വിറക് ഇപ്പോൾ ഒരിടത്തും കിട്ടാറില്ല, കാരണം എല്ലായിടത്തു നിന്നും വിറകുകൾ വാങ്ങിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം വിറക് ഞങ്ങൾ മെനക്കെട്ട് 2 ഇടത്തു നിന്ന് പറഞ്ഞ് വേറെ കൊടുക്കില്ലെന്ന് പറഞ്ഞ് അഡ്വാൻസ് വിളിച്ച് പറഞ്ഞ് കൊടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഗ്യാസിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പം വിറകിനിപ്പോൾ 3000 രൂപയായി ഞങ്ങൾക്ക് ഇത്ര ഇറക്കിയത്. നോക്കൂ, അപ്പോൾ എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ്, ആശങ്കയിലൂടെയാണ് ഈ ഹോട്ടലുകൾ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. അവിടെ ജോലി ചെയ്യുന്ന എത്രയധികം മനുഷ്യരുണ്ട്. മാത്രവുമല്ല, നമ്മൾ ഈ ആപ്പുകൾ ഉപയോഗിച്ചൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുന്ന ജീവനക്കാർ, അനുബന്ധ ജീവനക്കാർ, അങ്ങനെ എത്രയധികം ആളുകളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ ഹോട്ടലുകളിലൊക്കെ നിൽക്കുന്നത് അന്യ സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജീവനക്കാരൊക്കെയാണ്. അപ്പോൾ ജോലിയൊക്കെ മുടങ്ങിയാൽ ഇവർ തിരിച്ച് നാട്ടുകളിലേക്കൊക്കെ പോയാൽ പിന്നീട് അവരെ കണ്ടെത്തുക, അതൊക്കെ വലിയ രീതിയിലുള്ള ഈ പ്രവർത്തനത്തെ ബാധിക്കും. വലിയ ആശങ്ക അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ നിലനിൽക്കുകയാണ്. ഈ പാചകവാതക പ്രതിസന്ധി എന്ന് പറയുന്നത് ഹോട്ടലുകളെ മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, ശ്മശാനങ്ങളുടെ നടത്തിപ്പുകളെ വരെ ഇത് ബാധിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്മൃതിപഥത്തിന്റെ പ്രവർത്തനം നാളെ മുതൽ പൂർണ്ണമായും മുടങ്ങും എന്നതാണ് അവർ പറയുന്നത്. ഇത് കോഴിക്കോട്ടെ മാത്രം സാഹചര്യമല്ല, തൃശ്ശൂരിലായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ ഈ രീതിയിൽ ഇലക്ട്രിക് അല്ലാത്ത ഇടങ്ങളിലുള്ള ശ്മശാനങ്ങളുടെ പ്രവർത്തനത്തെയൊക്കെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് പറയുന്നത്. പ്രതിദിനം 10 മൃതദേഹം സംസ്കരിക്കുന്ന ഇവിടെ 15 സിലിണ്ടറുകളാണ് ആവശ്യമായി വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് പല മേഖലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശ്മശാനങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇപ്പം ഗ്യാസ് ഇല്ല, ഗ്യാസ് വരാനില്ലാത്തതുകൊണ്ട് ബോഡി വെക്കുന്നില്ല. ഈ ഒരു ദിവസം 8 ബോഡിയൊക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ? അത് വലിയ തോതിൽ സിലിണ്ടറുകൾ വേണ്ടി വരും അല്ലേ? ഒരു 10-15 സിലിണ്ടറിലും ഇല്ലാതെ ഒരു ദിവസം പോകില്ലായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലങ്ങളിലേക്ക് വിടും അല്ലേ? വേറെ മസാല ഉണ്ടല്ലോ, അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സിലിണ്ടർ ഇല്ലായ്മ ഇവിടെയും വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. രാജ്യത്ത് പാചകവാതകക്ഷാമം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പാചകവാതകക്ഷാമം മൂലം സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങാൻ പാടില്ല എന്നും ഇതിനായി കേരളത്തിലുടനീളമുള്ള സ്കൂളുകൾക്ക് പാചകത്തിന് വിറക് ഉപയോഗിക്കാമെന്നുമാണ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായുള്ള താൽക്കാലിക അനുമതി പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകൾ അടച്ചതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ പല മേഖലകളിൽ, പല ഇടങ്ങളിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന പലയിടത്തുനിന്ന് വന്ന് താമസിക്കുന്ന മറ്റ് ജോലി മേഖലകളിലുള്ളവരെ കൂടി അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വീടുകളിൽ ബുക്ക് ചെയ്തിട്ട് LPG കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി ഇടങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പം റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഒക്കെ കേന്ദ്രത്തിന് കത്തയച്ച സാഹചര്യമൊക്കെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പ്രതിസന്ധി തുടരുകയാണ്. കേന്ദ്ര സർക്കാർ അതേസമയം ആശങ്ക വേണ്ട എന്ന ഒരു കാര്യമാണ് എല്ലാവരോടുമായി പറയുന്നത്. നടപടികൾ എടുക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ നൽകുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നതാണ് വലിയ ആശ്വാസം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കുണ്ടാകുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നടത്തിയ നിർണായക ചർച്ചകളാണ് ഈ നയതന്ത്ര വിജയത്തിന് പിന്നിലെ കാരണമായ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ തുടർന്ന് പുഷ്പക്
പരിമൾ എന്നീ 2 ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ ഉപരോധങ്ങൾക്കിടയിലും ഹോർമുസ് കടലിടുക്ക് കടന്ന് സുരക്ഷിതമായി വരുന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കപ്പലുകൾ കരയടുക്കുന്നത് കൊണ്ടുകൂടി നമ്മുടെ ഈ ആശങ്കകൾ അകലുമോ എന്നതാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ത്യയുമായുള്ള ഈ ധാരണ ശ്രദ്ധേയമാകുന്നത്. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ 3 തവണയാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തിയത്. സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന ലിബിയൻ കപ്പലിനും ഈ പാത ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ ഫലമാണ് ഇത് എന്ന വിലയിരുത്തലുകളുമൊക്കെ വരുന്നുണ്ട്. റഷ്യയുമായും ഇന്ത്യ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനുള്ള പല വിധത്തിലുള്ള നയതന്ത്രപരമായ ഇടപെടലുകളൊക്കെ ഇന്ത്യ നടത്തിവരികയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട, പ്രതിസന്ധി നമ്മൾ മറികടക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ചും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 3 തവണ ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ എന്നാൽ വ്യക്തമാക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. അതായത് ഈ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അത് പിന്നീടുണ്ടാകും എന്നതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇത്രമാത്രം വ്യക്തമാക്കുന്നു എന്നതാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇറാനിൽ നിന്നും കരമാർഗം മടങ്ങാൻ ആഗ്രഹിക്കുന്ന 9,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാരെ അസർബൈജാൻ, അർമേനിയ അതിർത്തികൾ വഴി മടക്കിക്കൊണ്ടുവരാൻ മന്ത്രാലയം സഹായം നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിച്ചു. അപ്പോൾ എന്താണ് ഇക്കാര്യങ്ങളിലെ നിജസ്ഥിതി എന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഉടൻ വിശദീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് നിഷേധിച്ചിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. വലിയ പ്രതിസന്ധി ലോകത്താകമാനം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ഈ കരയെടുക്കുന്ന കപ്പലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നമ്മൾ. ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അവിടെ മറ്റ് കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുമതി ഇറാൻ നിഷേധിക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ കടന്നു പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഈ വിഷയങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങളുടെ നയതന്ത്ര വിജയം എന്നതാണ് കണക്കാക്കുന്നത്. എന്തായാലും അതിലാണ് എല്ലാ പ്രതീക്ഷയും. നമുക്ക് കാത്തിരിക്കാം യുദ്ധം അവസാനിക്കാനും ഈ പ്രതിസന്ധികളൊക്കെ നീളാനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.